ഈ ഒരു പറയുന്ന 3 കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പെൻഷൻ പദ്ധതിയിൽ നിന്നും പുറത്താക്കുമെന്ന് പറയുന്നൊരു ന്യൂസാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ സർക്കാർ അറിയാം ഈ ഒരു പെൻഷൻ എമൗണ്ട് ഇപ്പോൾ കൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ അത് പ്രമാണിച്ച് തന്നെ ഒരുപാട് അനർഹരായ ആൾക്കാരെ കണ്ടെത്തിയിട്ട് അർഹത നോക്കിയിട്ട് അവർക്ക് പെൻഷൻ കൊടുക്കുമെന്നൊരു രീതിയിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ അത് പ്രമാണിച്ച് തന്നെ നിങ്ങളുടെ വീടുകളിൽ ഓരോ സ്ക്വാഡുകൾ എത്തുകയും നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് നിങ്ങളുടെ അർഹത നോക്കിയിട്ട് മാത്രമായിരിക്കും ഇനി തുടർന്നുള്ള മാസങ്ങളിൽ നിങ്ങൾക്ക് പെൻഷൻ കിട്ടുള്ളൂ എന്നൊരു രീതിയിലുള്ള റിപ്പോർട്ട് ഇപ്പോൾ വരുന്നുണ്ട്. അതായത് അവിടെ പ്രധാനമായിട്ട് നോക്കുന്നത് നിങ്ങളുടെ വീടിൻ്റെ വിസ്തീർണ്ണമായിരിക്കും. 2000 സ്ക്വയർ ഫീറ്റിന് എബോ ആണ് നിങ്ങളുടെ വീടിൻ്റെ വിസ്തീർണ്ണമെങ്കിൽ നിങ്ങൾ ഈ ഒരു പെൻഷൻ പദ്ധതിയിൽ നിന്നും പുറത്താക്കുമെന്നൊരു രീതിയിലുള്ള റിപ്പോർട്ട് വരുന്നുണ്ട്. അതുമാത്രമല്ല നിങ്ങളുടെ വീട് ഇരുന്നില്ല, അതുപോലെ തന്നെ നിങ്ങളുടെ വാർത്ത വീടുകളും അവിടുത്തെ ഫ്ലോറിങ്, റൂഫിങ് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടായിരിക്കും അവർ നിങ്ങളെ ആ ഒരു പദ്ധതിയിൽ നിന്നും പുറത്താക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇരുനില വീടുകൾ അല്ലെങ്കിൽ വാർത്ത വീടുകളൊക്കെ ഇതിന് വേണ്ടിയിട്ട് പരിശോധിക്കുന്നതായിരിക്കും. അതുമാത്രമല്ല നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ AC ഉണ്ടോയെന്ന് നോക്കും. ഇപ്പോൾ AC ഉള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പെൻഷൻ കൊടുക്കേണ്ട എന്നൊരു രീതിയിൽ ഇതും വരുന്നുണ്ട്. അതുമാത്രമല്ല നിങ്ങൾക്കിപ്പോൾ 2 ഏക്കറോ അതിന് മുകളിൽ നിങ്ങൾക്കിപ്പോൾ അവിടെ പുരയിടമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പെൻഷൻ പദ്ധതിയിൽ നിന്നും പുറത്താക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു 3 കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ വീട്ടിൽ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അർഹത നോക്കിയിട്ട് മാത്രമായിരിക്കും നിങ്ങൾ ഈ ഒരു പെൻഷൻ പദ്ധതിയിൽ തുടരണോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ അനർഹരാണോ എന്ന് അവർ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ തന്നെ ഒത്തിരി ആൾക്കാർ, അതായത് ഒരുപാട് അനർഹരായിട്ട് ആൾക്കാർ ഇപ്പോൾ പെൻഷൻ വാങ്ങുന്നുണ്ട്. അപ്പോൾ അവരിപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാർ ഇപ്പോൾ പെൻഷൻ പദ്ധതിയിലോട്ട് വരുന്നത് കൊണ്ട് തന്നെ അവർ എന്തായാലും ഈ ഒരു അർഹത നോക്കിയിട്ട് മാത്രമായിരിക്കും ഈ ഒരു പെൻഷൻ പദ്ധതിയിൽ നിർത്തുള്ളൂ. അത് മാത്രമല്ല ഇപ്പോൾ നമ്മുടെ പെൻഷൻ എമൗണ്ട് തന്നെ ഇപ്പോൾ ഇത്രയും രൂപയോടെ കൂട്ടിയിരിക്കുകയാണ്. അത് പ്രമാണിച്ചും അവർ അർഹത നോക്കിയിട്ട് അർഹതക്കാർക്ക് മാത്രമായിട്ടായിരിക്കും ഈ ഒരു പെൻഷൻ ഇനി തൊട്ട് തുടർന്നുള്ള മാസങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു 2000 സ്ക്വയർ ഫീറ്റിന് എബോ ആണ് നിങ്ങളുടെ വീടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇനി തൊട്ട് ഒരു പെൻഷൻ കിട്ടത്തില്ല. കാരണം കഴിഞ്ഞ മാസമൊക്കെ അറിയാം നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് പെൻഷൻ കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. നമ്മുടെ കമൻറ്റ് ബോക്സിൽ തന്നെ ഒത്തിരി പേര് വന്ന് ചോദിക്കുന്നുണ്ട് അവർക്ക് പെൻഷൻ കിട്ടുന്നില്ല എന്ന്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടായിരിക്കാം മേ ബി അവർക്ക് ആ ഒരു പെൻഷൻ കിട്ടാത്തത്. അപ്പോൾ ഈ ഒരു പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ വീട്ടിൽ AC ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ 2000 സ്ക്വയർ ഫീറ്റിന് എബോ ആണ് നിങ്ങളുടെ വീടാണെങ്കിൽ, അതുമാത്രമല്ല ആ ഒരു കാര്യം മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ വീടിൻ്റെ ഫ്ലോറിങ്ങും അതുപോലെ റൂഫിങ്ങൊക്കെ എങ്ങനെയാണെന്നൊക്കെ അവർ നല്ല രീതിക്ക് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഈ ഒരു പദ്ധതിയിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ ഈ ഒരു പദ്ധതിയിൽ നിന്നും നിങ്ങളെ പുറത്താക്കണോ എന്നൊരു രീതിയിൽ എടുക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ AC ഉണ്ടെങ്കിൽ പോലും ഈ ഒരു പദ്ധതിയിൽ നിന്നും പുറത്താക്കും എന്നൊരു രീതിയിലെ റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു പദ്ധതിയിൽ നിന്ന് പുറത്താക്കും. അതുപോലെ തന്നെ വേറൊരു ന്യൂസ് പറയുന്നുണ്ട്, ഇപ്പോൾ വീട്ടിൽ 4 ചക്ര വാഹനങ്ങളുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു പദ്ധതിയിൽ നിന്നും പുറത്താക്കുക എന്നൊരു രീതിയിലുള്ള റിപ്പോർട്ടും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഇനി എല്ലാവർക്കും പെൻഷൻ തുടർന്ന് കിട്ടണമെന്നില്ല. കാരണം ഒന്നുകിൽ ഈ ഒരു എമൗണ്ട് കൂട്ടിയതുകൊണ്ടും അതുപോലെ തന്നെ ഒത്തിരി അനർഹ ആൾക്കാർ ഇപ്പോൾ ഈ ഒരു പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ പ്രമാണിച്ച് തന്നെയായിരിക്കാം അവർ ഈ ഒരു പുതിയ രീതിയിൽ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഇത്രയും ആൾക്കാർ, അതായത് ഇവരിപ്പോൾ ഒരുപാട് പേര് നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ ആൾക്കാർ ഉറപ്പായിട്ട് നിങ്ങളുടെ വീടുകളിൽ ഏത് നിമിഷവും എത്തുന്നതായിരിക്കും. എത്തിയിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യുന്നതായിരിക്കും. ചെക്ക് ചെയ്തിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ട് അത് പ്രകാരമായിരിക്കും നിങ്ങൾക്ക് ഇനി തുടർന്നുള്ള മാസങ്ങളിൽ പെൻഷൻ എമൗണ്ട് തരണോ അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെക്കണോ എന്നൊക്കെ അവർ തീരുമാനിക്കത്തുള്ളൂ. അപ്പോൾ ഇത് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഈ ഒരു കാര്യം അറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും അതൊരു യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ നിങ്ങൾ വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് കൂടിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഈ ഒരു വീഡിയോ മറ്റുള്ളവരോട്ട് എത്തത്തുള്ളൂ. പിന്നെ ഇതുപോലത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമായിരിക്കും ഇതിലുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എത്തത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം കൂടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. താങ്ക് യു.